കാരനാ ഷെയർ ചെയ്യുന്നത്. ഓ എന്താ നോക്കിയല്ലേ, ഇതൊരു ഉത്സാഹം, സ്വന്തം ഉമ്മത്തിനെ നാണം കെടുത്താൻ. ചങ്ങായി ഞാൻ ചോദിക്കട്ടെ, അമുസ്ലിമായ എത്രയോ പെണ്ണുങ്ങൾ മുസ്ലിമീങ്ങളുടെ കൂടെ വരുന്നു. ഇന്ന് വരെ ഏതെങ്കിലും വാട്സപ്പിൽ കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെ ഏതെങ്കിലും ഒരു വാട്സപ്പിൽ കണ്ടിട്ടുണ്ടോ? പ്രചരിപ്പിക്കൂല. അവർക്ക് അഭിമാനമുണ്ട്. നമ്മൾ അങ്ങനല്ല, നമുക്ക് തന്നെ അതിലൊരു ഉഷാറാ. ഒരുത്തന്റെ കൂടെ പോയെന്ന് ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോ ഒരു ഷാർ ഇങ്ങനെ ഇങ്ങനെ അയക്കാം. എടാ, നിന്റെ അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ അവസ്ഥ പോയത് പോട്ടെ, നമുക്കെന്താ, പോയത് പോയി, അത്ര തന്നെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടൊരു ചങ്ങാതിയോട് പറഞ്ഞു, ഞാനിങ്ങനെ വാട്സപ്പിൽ എവിടെയോ കണ്ടതാ, ഒരു മുസ്ലിം പെൺകുട്ടി അമുസ്ലിമിന്റെ കൂടെ പോയെന്ന് പറഞ്ഞപ്പോ ഒരുത്തൻ പറയാ, അളിയ പോയത് പോയി, അത്രയും സ്ഥലം ഒഴിഞ്ഞു കിട്ടി, സ്വർഗത്തിൽ പോയി നമുക്ക് അടിച്ചു വിളിക്കാറില്ല, പോയത് പൊട്ടുന്നത് തന്നെ. പണ്ടൊരുത്തി പോയെന്ന് പറഞ്ഞാൽ നമുക്കൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, എല്ലാം പോക്ക് തന്നെ, എല്ലാം പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ പ്രചരിപ്പിക്കരുത്. ഏതെങ്കിലും ഒരുത്തനെ അന്യ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിയ വീഡിയോ എന്നിട്ട് എഴുതുവാ, പിടിച്ചിറക്കിയതാണ്, കണ്ടോ സ്വർഗത്തിൽ നിന്ന് പിടിച്ചിറക്കിയതോ അല്ല ഓൻ വിചാരിക്കണേ. എടാ, അവൻ തൗബ ചെയ്ത അള്ളാഹ് പുറത്തു കൊടുക്കും, നീ ഇതെവിടെ കൊണ്ട് കഴുകും? അമുസ്ലിമായ മറ്റൊരു മതവിശ്വാസികളുടെ കൂടെ ഇറങ്ങിപ്പോയ പെണ്ണ് അള്ളാന്റെ മുന്നിൽ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത അള്ളാഹ് അവർക്ക് സ്വർഗം കൊടുക്കും. ഈ ഷെയർ ചെയ്ത നീ എവിടെ പോയി തൗബ ചെയ്യൂടാ? ആ പെണ്ണിന്റെ കാല് പിടിച്ച് പൊരുത്തം ചോദിക്കണം നിനക്ക് സ്വർഗം കിട്ടണമെങ്കിൽ. ഏതെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചോടിപ്പോയ പെണ്ണിന്റെ ഫോട്ടോ സഹിതം എടുത്ത് ഷെയർ ചെയ്ത നിനക്ക് അള്ളാന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് നീ 100 ഹജ്ജ് ചെയ്താലും നിനക്കല്ല സ്വർഗം തരൂലടാ, നിനക്കല്ല സ്വർഗം തരൂല. സ്വർഗം കിട്ടണമെങ്കിൽ ആ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് അവളുടെ കാല് പിടിച്ചിട്ട് പറയണം, മോളെ ഞാൻ ഷെയർ ചെയ്തു പോയിട്ടുണ്ട്, നിന്റെ അഭിമാനത്തിന് ഞാൻ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് പൊരുത്തപ്പെട്ടതാ, അവള് പൊരുത്തപ്പെട്ട് തന്നാലേ നിനക്കല്ല സ്വർഗം തരൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ വിചാരിച്ചോ സിമ്പിൾ ആണെന്നാണ്, വിചാരിച്ച് കിട്ടിയ ഉടനെ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ. ഇനി നീ ആലോചിക്കണം വാട്സപ്പ് എടുക്കുമ്പോ, ഇനി വാട്സപ്പിന്റെ അകത്ത് ഒരു മുസ്ലിം പെണ്ണും, കാരണം നീ കഷ്ടപ്പെട്ട് ചെയ്ത ഇബാദത്തിന്റെ പ്രതിഫലം കണ്ടവക്ക് കൊടുക്കരുത്. അതാ ഞാൻ പറഞ്ഞേ. എടാ, പോയത് പോയി, അവള് പോട്ടെ, നീ എന്തിനാടാ നിസ്കരിച്ച പ്രതിഫലം അവക്ക് കൊടുക്കണേ? നാളെ പരലോകത്ത് ചെല്ലുമ്പോ നിന്റെ നന്മയെടുത്ത് അള്ളാഹ്ക്ക് കൊടുക്കുമല്ലോ, നീ എന്തിനാ കൊടുക്കണേ? എന്തിനാ കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്തിട്ട് കണ്ടവളുമാർക്ക് കൊടുക്കണേ? അതുകൊണ്ട് സൂക്ഷിച്ച് ഷെയർ ചെയ്യും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, കോടതി പോലും പറഞ്ഞു കുഴപ്പമില്ല, പിന്നെ നിനക്കെന്താ ഇത്ര കുഴപ്പം? കോടതി കേസില്ലല്ലോടാ, ഞാനതിന് പ്രോത്സാഹനം ചെയ്തതല്ല. നീ നിന്റെ ദുനിയാവും ആഖിറവും കളയരുത്, നീ നിന്റെ ദുനിയാവും ആഖിറവും കളയരുത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലപ്പോ ഇത് നാളെ വെട്ടിക്ലിപ്പാക്കിയേക്കണ്ട, അമീനെ നാളെ എടുത്തു ഒന്നും പറയാൻ പറ്റൂലപ്പാ, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കുഴപ്പമാ. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സദക്ക ചെയ്താൽ അള്ളാഹു സന്തോഷവും സമാധാനവുമുള്ള ജീവിതം തരും, നല്ല ഭാര്യയെ തരും, നല്ല ഭർത്താവിനെ തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണ് കെട്ടാത്ത മക്കളുണ്ടെങ്കിൽ നല്ല പെണ്ണ് വേണോടാ, സാലിഹത്തായ പെണ്ണിനെ വേണോ? ഒളിച്ചോടി പോകാത്ത, ചാറ്റ് ചെയ്യാത്ത, വാട്സപ്പ് തലാണിക്കടി വിളിച്ചു വെക്കാത്തതിനെ കിട്ടണോ? ഇതൊക്കെ തന്നെ. ഇപ്പൊ എല്ലാം 3-4 സിമ്മൊക്കെ അല്ലേ നമ്മുടെ ലങ്ങാരെ കൊണ്ട്, ജിയോയെ കൊണ്ടൊരു ഗുണമുണ്ടായി. അങ്ങനെ എല്ലാത്തിന്റെ കയ്യിലും 3-4 സിമ്മുകൾ. മോനെ, അള്ളാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ നിനക്ക് വേണോ? 5 നയാ പൈസ സദക്ക കൊടുക്ക്, അള്ളാഹു നിനക്ക് നല്ല പെണ്ണിനെ തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താ കിട്ടും? എന്താ വിശ്വസിക്കാൻ മടിയുണ്ടോ? സദക്ക കൊടുത്താൽ നല്ല പെണ്ണിനെ കിട്ടും, സദക്ക കൊടുത്താൽ നല്ല ജോലി കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരു മനുഷ്യനെ ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞു. ഒരാളെ ഒറ്റൊരടിക്ക് മൂസാ നബി കൊന്നു. മൂസാ നബി ഒരാളെ കൊന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു. അപ്പൊ ഒരാൾ വിളിച്ചു പറഞ്ഞു, മൂസാ നിന്നെ പിടിക്കാൻ വരുന്നുണ്ട്, ഫിർഔനിന്റെ കിങ്കരന്മാര് പിടിക്കാൻ വരുന്നുണ്ട്, വേണമെങ്കിൽ രക്ഷപ്പെട്ടോളാം. മൂസാ നബി അലൈഹിസ്സലാം ഇട്ടിരുന്ന വസ്ത്രത്തോടെ നാട് വിട്ടു. മദിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നാട് വിട്ടു. മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നോക്കുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടെ വെള്ളം കോരാൻ വേണ്ടി പഞ്ചായത്ത് കിണറ്റിന്റെ ചുവട്ടി കൂടുന്ന പോലെ എല്ലാം കൂടെ ബഹളം. 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നു, ചെറുപ്പക്കാരികളെ മാറി നിൽക്കുന്നു. മൂസാ നബി അത്ഭുതമായി അവിടെ നിന്ന് ചോദിച്ചു, എന്തേ നിങ്ങൾ പോണില്ലേ വെള്ളം കോരാൻ? ഞങ്ങൾക്ക് നാണമാന്നേ, ഞങ്ങൾക്ക് ലജ്ജയാ, ആണുങ്ങളുടെ ഇടയിൽ കയറി ഇടകലരാൻ ഞങ്ങൾക്ക് ലജ്ജയാ. ഓണപ്പരിപാടിക്ക് ചെണ്ട അടിക്കുമ്പോ കൂടെ നമ്മുടെ മക്കളുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതും വീഡിയോ പിടിക്കാൻ നമ്മുടെ ആൾക്കാരുണ്ട്. അതന്നെ
അതിന് നമ്മുടെ മക്കൾ തന്നെ, പ്രചരിപ്പിക്കാനും നമ്മുടെ മക്കൾ തന്നെ. തെറ്റ് കണ്ട തിരുത്തി കൊടുക്കാനല്ല. ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി, കാണാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടികളോട് ചോദിച്ചു, വീട്ടിൽ ആണുങ്ങളൊന്നും ഇല്ല. വാപ്പ ഒരു പ്രായമുള്ള മനുഷ്യൻ, ഒരു പ്രായമുള്ള വാപ്പ, ഞങ്ങളുടെ വാപ്പ രോഗിയ, ആണുങ്ങളൊന്നുമില്ല. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ സഹായിക്കാം, ഇനി വാ. രണ്ടുപേരെയും വെള്ളം കോരാൻ സഹായിച്ചു. ഇത്ര ചെയ്തുള്ളൂ. വെള്ളം കോരാൻ സഹായിച്ചു. രണ്ടുപേരും വെള്ളവുമായി പോയി. മൂസാ നബി അലൈഹിസ്സലാം, പടച്ചവൻ അന്യ നാട്ടില, ഒന്നുമില്ല, ആരും അറിയുന്ന ആരുമില്ല. മൂസാ നബി ദുആ ചെയ്തു, അല്ലാ കൈവിടല്ല പടച്ചവൻ, അന്യ നാട്ടില അല്ലാ, നാട് വിട്ടു വന്നതാ അല്ലാ. കുറച്ചു കഴിഞ്ഞ് മൂസാ നബി ഇങ്ങനെ ഇരിക്കുമ്പോ ഈ രണ്ട് സുന്ദരികളായ പെണ്ണുങ്ങൾ വരിക മൂസാ നബിയുടെ മുന്നിലേക്ക്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് പെണ്ണുങ്ങൾ വന്നിട്ട് പറയാ, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു പ്രതിഫലം തരാൻ, ഞങ്ങളെ സഹായിച്ചതിന് പ്രതിഫലം തരാൻ ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഇറങ്ങി. പെൺകുട്ടികൾ പറഞ്ഞു, നിങ്ങൾ മുന്നിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. എന്താ പറഞ്ഞേ? പെണ്ണുങ്ങൾ എന്താ പറഞ്ഞേ? ഞങ്ങളുടെ പുറകിൽ വരാനല്ല പറഞ്ഞത്, ഞങ്ങൾ വഴി കാണിച്ചു തരാം, പുറകിൽ വരാനല്ല പറഞ്ഞത്. പെൺകുട്ടികൾ എന്ത് പറഞ്ഞു? നിങ്ങൾ മുന്നിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. കാരണം എന്താന്ന് മനസ്സിലായില്ലേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം മനസ്സിലായല്ലോ. ഒരു പെണ്ണ് മുന്നിൽ പോയാൽ പുറകിൽ നടക്കുന്നവൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ നോക്കും. അങ്ങനെ മൂസാ നബി മുന്നിൽ നടന്നു, പെണ്ണുങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു കൊടുത്തു. അവസാനം രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ കുട്ടികളുടെ വാപ്പ ആരായിരുന്നെന്നറിയുമോ? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. ശുഐബ് നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മക്കൾക്ക് വെള്ളം കോരാൻ സഹായിച്ചതിനുള്ള പ്രതിഫലം എന്റെ മൂത്ത മകളെ ഞാനങ്ങ് വിവാഹം കഴിച്ചു തരും. എടുത്തോ, എന്റെ മൂത്ത മോളെ ഞാൻ വിവാഹം കഴിച്ചു തരും. സ്വാലിഹത്തായ മകൾ കെടിച്ച് മൂസാ നബിയുടെ കയ്യിൽ പിടിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ജോലി വല്ലതും ഉണ്ടോ? ഇല്ല. 11 കൊല്ലം ഇവിടെ ജോലി ചെയ്തോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വെള്ളം കോരാൻ സഹായിച്ചപ്പോ 11 വർഷം ജോലിയും ഒരു സാലിഹത്തായ ഭാര്യയെയും കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വെള്ളം കോരാൻ കൊടുത്തപ്പോഴാ. അപ്പൊ പൈസ കൊടുത്താലോ? വെള്ളം കോരാൻ സഹായിച്ചപ്പോ ആമിനാത്ത സ്വർണം കൊടുത്താലോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ ഓസിന് അല്ലോ